ഢക്കാശൂലധരം ഗിരീന്ദ്രതനയായുക്തം സുരേന്ദ്രാർച്ചിതം വന്ദേ കാലമദാപഹം ശശിധരം കൈലാസനാഥം ശിവം. ആശംസേ ഭവത്തെ പ്രഭാതമധുനാ രമ്യം സഖേ വാസരം സോമാദിപ്തമഹം ച മോദതമിമം സൗഖ്യപ്രദം സർവഥാ. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇനി അർത്ഥം കൂടി എന്ന് പറയാം. ഢക്കാശൂലധരം, ഢക്കയും ശൂലവും ധരിച്ചവനാണ്, അതായത് ഉടുക്കും ശൂലവും ധരിച്ചവനും. ഗിരീന്ദ്ര തനയായുക്തം, ഗിരീന്ദ്ര തനയോട് കൂടിയവൻ, അതായത് ഗിരീന്ദ്ര തനയ എന്ന് പറഞ്ഞാൽ പർവ്വതപുത്രി പാർവതി, പാർവതിയോട് കൂടിയവനും. സുരേന്ദ്രാർച്ചിതം, ദേവേന്ദ്രനാൽ അർച്ചിക്കപ്പെട്ടവനും. കാലമദാപഹം, കാലന്റെ ഗർവനെ നശിപ്പിച്ചവനും. ശശിധരം, ചന്ദ്രനെ ധരിക്കുന്നവനാണ്, അതായത് ശിരസിൽ ചന്ദ്രക്കല ധരിക്കുന്നവനും. കൈലാസനാഥം, കൈലാസനാഥനും ആയിട്ടുള്ള ശിവം, പരമശിവനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ഹേ സഖ്യ, അല്ലയോ സുഹൃത്തെ, അധുന ഇപ്പോൾ, അഹം ഞാൻ, ഭവത്തെ അങ്ങയ്ക്കായിക്കൊണ്ട്, രമ്യം പ്രഭാതം, മനോഹരമായ പ്രഭാതത്തെയും, സോമാദിപ്തം, ചന്ദ്രനാൽ നന്നായി ശോഭിക്കുന്നതും, മോദതം, സന്തോഷം നൽകുന്നതും, സർവഥാ സൗഖ്യപ്രദം, എല്ലാ പ്രകാരത്തിലും സൗഖ്യം നൽകുന്നതുമായിട്ടുള്ള ഇമം വാസരം ച, ഈ ദിവസത്തെയും ആശംസേ, ആശംസിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ്. ഇന്ന് സോമവാസരം, തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് പരമശിവനെ തന്നെ വന്ദിച്ച് എല്ലാവർക്കും സുപ്രഭാതവും സുദിനവും ആശംസിച്ചത്.